ഇതിനിടയ്ക്ക് ആരാണ്ട് ഏതോ ഒരു നേതാവ് പറയുന്നതായിട്ട് മറിയക്കുട്ടിക്ക് എന്തോ വെളിവില്ലെന്നൊക്കെ അതൊക്കെ അത് നമുക്ക് ഏറെക്കുറെ മനസ്സിലാവുമല്ലോ, പറയുമ്പോൾ തന്നെ മനസ്സിലാവും വെളിവുള്ള ആൾക്കാർ. അങ്ങനെ വെളിവുണ്ടായിരുന്ന ഈ 6 വയസ്സായ കൊച്ചു എന്ത് ചെയ്തിട്ടാ? അതിന് വെളിവുണ്ട് ഈ 6 വയസ്സായ അല്ല, ഈ വണ്ടി പെരിയാർ ഈ 6 വയസ്സ് വാളയാറോ ഈ പിണറായി നല്ലാണ് ഒരു കൊച്ചിനെ കിട്ടിയതാണ്. ഒന്നിനെ പിടിപ്പിച്ച് കൊന്നു. ആ പ്രതികളെ പിടിച്ചെങ്കിൽ രണ്ടാമത് കൊല്ലില്ലല്ലോ, അതിന് പരിപാടായിട്ട് വിട്ടില്ല അവരെ. അതല്ല രണ്ടാമത് കൊച്ചിനെ മധുവിനൊക്കെ അടിപൊളിയായിരുന്നു. എന്ത് ഞാനായിരുന്നു വീട്ടിൽ മറ്റുള്ളവരൊക്കെ ഇപ്പൊ ഞങ്ങൾ കുറെ പേരെ ഒപ്പിച്ചായിരുന്നു. കണ്ടമാനം ആൾക്കാരാണ്. പിന്നെ ഇല്ലേ സങ്കടം തോന്നുന്നോ? പിന്നെ ഒന്ന് അതുകൂടാതെ ആ മധുവിനെ കൊന്നോ? അല്ല അല്ല അല്ല, അത് ഇവര് പറഞ്ഞു നുണയുണ്ടാക്കി ആഹാരമൊന്നും അല്ല. അവർക്ക് കഞ്ചാവ് കൃഷി ഉണ്ടായിരുന്നു അവിടെ ഈ പാറക്കല്ലിൽ 8 അത് ഇച്ചിരി അരിയൊക്കെ കൊണ്ട് വെച്ച് കുടിക്കും. ആ കടക്കാരൻ CPM-കാരനായിരുന്നു. അതിൻ്റെ അരി കൊണ്ടുവന്ന് അവനെ കൊണ്ട് പറയിപ്പിച്ചാ ഈ കള്ളക്കടത്ത് നായാട്ടുണ്ട്, ഫോറസ്റ്റുകാരും ഉണ്ട് ഈ കമ്പനി. ഇവർ ഈ ഇറച്ചി കാട്ടിറച്ചി കൊണ്ടുവന്ന് വേവിക്കാൻ ചുട്ടു തിന്ന സ്ഥലമാണ് പാറക്കെട്ട്. ഈ അവിടെയായിരുന്നു മധു. അതാണ് അവനെ കൊല്ലാൻ കാരണം. അപ്പൊ ഇവരുടെ താവളത്തിൽ ഇവൻ വന്ന് കിടന്നാൽ ഒക്കുവോ? അപ്പൊ അരിയെ കൊള്ളിച്ചതാ. അല്ല, 1 കിലോ അരിക്ക് ആരെങ്കിലും കൊന്നു കിടന്നോ? പറയാനോട് അല്ല, ഇനി 5 കിലോ അരി ആയിക്കോട്ടെ, ആരെങ്കിലും അരിക്ക് കൊല്ലുവോ? എനിക്ക് ദൈവം തരും. അതിനങ്ങനെ പറയണേ. അല്ല, എന്നോട് ഇത് പറഞ്ഞേ, ഈ 2 കിലോ അരിക്ക് അല്ല 10 കിലോ അരിക്കാർ ഒരാളെ കൊല്ലുവോ? പറ, കൊല്ലുവോ? നിങ്ങളുടെ നാട്ടിൽ കൊല്ലുവോ? ഞങ്ങളുടെ നാട്ടിൽ കൊല്ലുകയല്ല, ഞങ്ങളുടെ നാട്ടിൽ കൊല്ലൂല. അപ്പം തന്നെ മനസ്സിലാക്കാൻ പാടില്ലേ ഇത് ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അത് വെറുതൊന്നുമല്ല. അതിന് ഗവൺമെന്റിന് കൂട്ടിവയ്ക്കാതിരിക്കാൻ പറ്റുമോ? ഇവർ ഗുണ്ടകളെ പിടിക്കാൻ പറ്റുമോ? ആരാ പിണ്ടായുടെ ഗുണ്ടകളാ വോട്ട് പിടിച്ചു കൊടുക്കുന്നവരാ? അവരെ കൊല്ലാൻ പറ്റുമോ? അവരെ ശിക്ഷിക്കാൻ പറ്റുമോ? അല്ല, 1 കിലോ ആയിരിക്കുക 10 കിലോ ആയിരിക്കുക ഒരു രാജ്യത്ത് ആരും കൊല്ലുകയില്ല. കൊല്ലുകയില്ല, ഉറച്ച് ഞാൻ പറയും കൊല്ലൂല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കിടക്കുന്നതല്ലേ. ഒരാൾ ഇന്ന് കഞ്ഞി വെച്ചില്ല 2-3 ദിവസമായെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പൈസ എൻ്റെ ഈ മാല പണയം വെച്ചാൽ ഞാൻ അരി മേടിച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെയല്ലേ ലോകത്തെല്ലാവരും? പറ, അങ്ങനെയാണോ? അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. അരിക്കല്ല ഒന്ന് ഈ വരിച്ചിൽ വരികയോ ഈ ഇവിടം തുടങ്ങി ഇവിടം വരെ വരിയണം 1 കിലോ അരിക്ക്. അത്രയും പാവാണ്. ഈ പിണറായിന് എത്ര വരിച്ചിൽ വരിയണം? 1 കിലോ ആണോ 10 കിലോ ആണോ അവൻ കക്കണേ? ഈ രാജ്യത്തുള്ള എല്ലാവരും കൊക്കിനല്ലേ പിടിക്കണേ, കൊങ്ങയ്ക്കല്ലേ പിടിക്കണേ. അപ്പം ആരെയാ കൊല്ലണ്ടേ? ആരെയാ കൊല്ലണ്ടേ? ആരെയാ കൊല്ലണേ? ഇവനിങ്ങനെ പറഞ്ഞാണോ ഇവിടെ വോട്ട് പിടിച്ച് ജയിച്ചത്? ജനങ്ങളെ ഇങ്ങനെ തൊലക്കുമെന്ന് പറഞ്ഞായിരുന്നോ? ഇവിടെ വേറെ ഏതൊക്കെ മന്ത്രിമാർ വന്നായിരുന്നു? ഇവിടെ ഒരു മന്ത്രിയും വന്നില്ല. ഗണേഷ് കുമാർ വരുമെന്നൊക്കെ പറഞ്ഞു, വന്നില്ല. വരുമ്പോ പറയണം കേട്ടോ, എന്നെ അന്വേഷണം പറയണം. ഒന്ന് നമ്മുടെ ചെമ്മിത്തല വന്നു, കുറെ പേരൊക്കെ വന്നു. സുധാകരൻ വരും. ഈ വീട് അടുത്ത ആഴ്ച പൊളിക്കും. ഈ വീട് പണി കഴിയുമ്പോ അവരെല്ലാവരും വരും. എല്ലാവരും ഞാനും വരും കേട്ടോ. വരുമോ? സന്തോഷം. നേരെ തീർച്ചയായിട്ടും വരും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എൻ്റെ പേര് കേസ് എടുത്താൽ കുഴപ്പം. ഈ പറയുന്നവരെനിക്ക് മറുപടി തന്നെ. 10 കിലോയ്ക്ക് ഒരാളെ കൊല്ലുവോ? അങ്ങനെ ജനങ്ങളെ മൃഗാക്കുവാണ്. ഈ ജനങ്ങളത് വിശ്വസിക്കാനിരിക്കുക അല്ലെന്ന് തോന്നുന്നുണ്ടോ? പറ. ഞാൻ ചോദിക്കണേ, ഈ മറ്റുള്ളവരൊക്കെ തെറ്റ് ചെയ്തു, അല്ല സുരേഷ് ഗോപി തെറ്റ് ചെയ്തു, ആ കൊച്ചങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? അത് പറയണ്ടേ? പിണറായി പറയണം. അതാ പറഞ്ഞ. അപ്പൊ തോളെ കൈവച്ചപ്പോ ജീവൻ പോയോ? ജീവൻ പോയതിന്റെ മറുപടി പറഞ്ഞു. സുരേഷ് ഗോപി തോളെ കൈവച്ചു. ഈ കൊച്ചങ്ങളുടെ മേത്ത് തോളെ കൈവച്ചാലാ അവരുടെ പേര് കേസ്. അല്ല, ഇതും പറയണ്ടേ? അപ്പൊ സുരേഷ് ഗോപി കൈവച്ചു. അവൾക്ക് എന്നാ പറ്റിയേ? ഒന്നും പറ്റിയില്ല. ഈ കൊച്ചങ്ങൾക്ക് എന്നാ പറ്റിയേ? കൊച്ചങ്ങൊന്നും പറ്റിയില്ല. ജീവൻ പടം എങ്ങനെയാ തോളെ കൈവച്ചാൽ ജീവൻ പോവോ? അപ്പൊ അത് പിണറായി പറഞ്ഞു തന്നെ. അല്ലാതെ സുരേഷ് ഗോപിയുടെ പേര് കേസെടുക്കാൻ പറ്റൂല്ലോ. എനിക്ക് എന്നൊന്നുമില്ല. ഞാൻ നിങ്ങളൊന്നും കൂടി കണ്ടില്ലെങ്കിലും ഞാൻ കണ്ടോണ്ടിരിക്കണ TV ഞാൻ ചെറുപ്പം തുടങ്ങി. ഡീസൻ്റാ. നമ്മുടെ പ്രേംനസീർ കല്യാണത്തിന് പോകുന്നില്ലേ? സത്യൻ, പ്രേംനസീർ, സുരേഷ് ഗോപി എല്ലാവരും പേരും അല്ല, എല്ലാവരും ഒന്നും ചെയ്യില്ല. ചെയ്യാതെ നമ്മുടെ ഇനിയിപ്പം എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോകും. നമ്മൾ മറുപടി കൊടുക്കും. പെൻഷൻ തന്നില്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകും. എനിക്ക് മന്ത്രി ആവണമെന്നില്ല, എനിക്ക് മെമ്പർ ആവണമെന്നില്ല, സ്ഥാനാർത്ഥി ആവണമെന്നൊന്നുമില്ല. ഈ മോഡലാണ് പോയച്ചാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ ഈ കൂട്ടത്തിലുള്ള നമ്മുടെ പ്രായത്തിലുള്ള കിട്ടാനുള്ളവർക്കെല്ലാം കിട്ടണം.
അത് തന്നെയല്ല ഈ പിള്ളേരെങ്ങനെ കൊണ്ടവൾ പിടിച്ച് തല്ലണം ആ അത്ര ഇഷ്ടപ്പെടുന്നത്. ഈ പിണറായി ഇതിന് പിന്നെ ചെയ്തിട്ടുണ്ടോയെന്നറിയണം. ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ 3 തുടങ്ങിയുള്ള ബൾബ് വാരിക്കൊണ്ട് പോയതാ വണ്ടി വിളിച്ച്. അപ്പം ഇവിടെ ഉള്ള എല്ലാ ചാണാക്കുഴിയിൽ നിന്ന് വരെ വാരിക്കൊണ്ട് പോയതാ. അവിടെ ഒരു 6 മാസത്തേക്ക് ആ ഭാഗത്തുറപ്പാൻ പറ്റുമായിരുന്നു. ആ റോഡ് മുഴുവൻ കല്ലും ബൾബും ഒക്കെ അല്ലായിരുന്നു. അവനിപ്പോൾ ഈ പിള്ളേരെ തല്ല കാര്യം അവൻ ചെയ്തിട്ടുള്ളിടത്തോളം വൃത്തിയോടെ പിള്ളേർ ചെയ്തിട്ടില്ല ഉണ്ടോ? അത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നല്ലേ. അപ്പം പിണറായിക്ക് എന്നെ ഞാൻ നല്ലോണം പറയുന്നുണ്ട്. പിണറായി ഇവൻ എന്ത് രണ്ടും കെട്ടാൻ ഇവൻ്റെ തന്തേന ഇവൻ തന്തയ്ക്ക് ജനിച്ചോണം. അതാണ് ഞാൻ ചോദിക്കണേ. ഇവൻ തന്തയ്ക്ക് ജനിച്ചെങ്കിൽ ഈ പിണറായി ഈ കുഞ്ഞുങ്ങളെ ചെയ്തിട്ടെങ്കിലും അവൻ ചോദിക്കാം. ഈ ആ കൊച്ചുങ്ങളുടെ കൊച്ചിനെ കൊന്നു അതിൻ്റെ തന്തക്കിട്ട് കുത്തേണ്ട കാര്യമുണ്ടോ? അത് എവിടെ നിന്നാണ് വന്നു കുത്തിയ പാർട്ടി ഓഫീസിൽ നിന്ന് ഓടി കയറിയത് പാർട്ടി ഓഫീസിൽ. അപ്പം ഇവരുടെ ഇവരറിയാതെയല്ലോ കാട്ടിൽ നിന്ന് വന്നതല്ല ഓഫീസിൽ നിന്ന് കയറി വന്നത്. ആ കൊച്ചിൻ്റെ തന്താനെ കുത്തിയത് ഓഫീസിൽ നിന്ന്. അതുപോലെ ആ കൊച്ചിനെ കൊന്നിട്ട് പോലീസുകാർ നല്ല സഹായം ആ വാരം അടച്ചങ്ങനെ ഈ വാരം ഇതിന് എൻ്റെ അകത്ത് കൊച്ചു അതൊക്കെ ഈ ജനലേക്കട ഇങ്ങനെ പൊക്കത്തിൽ കടന്നു പോകണമെങ്കിൽ പോലീസിൻ്റെ സഹായം വേണ്ടേ? പോലീസ് സഹായം ചെയ്തില്ലേ? നല്ല ഒത്താശയോട് കൂടിയാണ് പോലീസിൻ്റെ സഹായം. നല്ല പൊക്കമുണ്ട് ആ ജനലയ്ക്ക്. അവനിങ്ങനെ പൊക്കി വിട്ടാ പോലീസ്. അപ്പം ആ പ്രതി പോലീസല്ലേ? അത് തന്നെ ഇരിക്കണത്. അപ്പൊ പോലീസിന് എന്തും ചെയ്യാം അല്ലേ? ഞാൻ ചോദിക്കുന്നത് ഈ പെൻഷന് വേണ്ടി ഇനിയിപ്പോ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സമരം അപ്പൊ എനിക്ക് കേസ് നടക്കുമല്ലേ? കേസ് നടക്കണം. സമരം പോലും ചെയ്യുന്നുണ്ടോ ഇനി? സമരം അത് പിന്നെയല്ല. ഇപ്പൊ കോടതി കേസ് നടക്കും. അപ്പൊ നല്ല രീതിയല്ല. ഹൈക്കോടതിയില്ല ഞാൻ ഇന്നലെ പോയായിരുന്നു. ആണോ? ഹൈക്കോടതി പോയായിരുന്നു? ആ പോയായിരുന്നു. അതിന്റെ ആവശ്യമില്ല. ഞാൻ ഒപ്പിട്ട് എനിക്ക് വേറെ രണ്ടുപേരുണ്ടായിരുന്നു ഇവിടെ അടിമേൽ. ആ BJP കാരനാണ് ആ വക്കീല്. അതിൻ്റെ പെങ്ങളവിടെയുണ്ട്. അവരുടെ അടുത്ത് പോയി 2-3 ഫയലിൽ ഒപ്പിട്ടു പോന്നു. കോടതിയുടെ ഒരു വീതം എനിക്കവിടെ വെച്ചിട്ടുണ്ട്. തരുകയും ചെയ്യും. അത് വേറെ അങ്ങനെ അത്ര എനിക്കറിയാം. ബാക്കി എനിക്ക് അറിയാൻ പാടില്ല. ഇപ്പം ഈ രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകും പുറകോട്ടില്ല. ജീവൻ പോയില്ലേ? ജീവൻ പോകുന്നോടെ വരെ കളിക്കും. അപ്പൊ നമ്മുടെ മറിയക്കുട്ടി അമ്മച്ചി അതായത് കുഞ്ഞിപ്പെണ്ണ് പറയുന്നത് ജീവൻ പോയാലും പുറകോട്ടില്ല. എന്താണെങ്കിലും ശരി ഈ സമരം കാര്യങ്ങളുമായിട്ടൊക്കെ തന്നെ മുമ്പോട്ട് പോകും. കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കേസുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. മറിയക്കുട്ടി അമ്മച്ചിക്ക് ഈ സമൂഹത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. പല നേതാക്കന്മാരെക്കുറിച്ചും ധാരണയുണ്ട്. ആ കാര്യങ്ങളെല്ലാം നല്ല പച്ചയായിട്ട് വിളിച്ചു പറയുകയും ചെയ്യും. അതിനുള്ള തൻ്റെ ഇടവും ആർജവും ഒക്കെ ഞങ്ങളുടെ ഈ കുഞ്ഞിപ്പെണ്ണിനുണ്ട്. അത് ഇനി തുടരും എന്ന് തന്നെയാണ് ആ കുഞ്ഞിപ്പെണ്ണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് തുടരും. ഈ പ്രായത്തിലുള്ള സ്ത്രീകൾക്കെല്ലാം ഈ പെൻഷനും കാര്യങ്ങളും എല്ലാം കിട്ടണം എന്ന് തന്നെയാണ് മറിയക്കുട്ടി അമ്മച്ചി പറയുന്നത്. എന്താണെങ്കിലും മറിയക്കുട്ടി അമ്മച്ചിയുടെ മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ സഹായ സാധനങ്ങളും ഒക്കെ നല്ല ജനങ്ങളുടെ നിന്നുണ്ടാവും. യാതൊരു സംശയവുമില്ല അതിന്. ഓക്കെ.